ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? കപ്പ ബീഫ് ഒലത്ത്. അപ്പോൾ ഞാൻ ബീഫ് കറി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതെങ്ങനെയാണ് ആ ഒലത്തുന്നതെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഇതുപോലെ തന്നെ കുറുക്കി എടുക്കുക. അതിനുശേഷം കടുക് വറുക്കുക. ആവശ്യത്തിനുള്ള ഫ്രൈക്കുള്ള ബീഫ് അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് വരട്ടിയെടുത്താൽ ഉണ്ടല്ലോ നല്ല കറാന്നിരിക്കും. ഇതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പയും കൂടി അങ്ങോട്ട് ഇടും. അപ്പോൾ ആ കപ്പയ്ക്കകത്ത് ഉപ്പും എല്ലാം പിടിച്ചിരിക്കും. ഇറച്ചിയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി അതിനകത്ത് ഇരിക്കും. അപ്പോൾ ഈ പരുവത്തിലെടുക്കുക. ഡീപ്പ് ഫ്രൈ വേണമെന്നവർക്ക് വീണ്ടും വീണ്ടും ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് മതി, നമുക്ക് ചോറൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് നമ്മുടെ പ്ലേറ്റിലേക്ക് തട്ടാം. വെള്ളം അടിക്കുന്നവർക്കൊക്കെ പറ്റിയ ടച്ചിങ്സാണ് കേട്ടോ ഇത്. ചോറിൻ്റെ ആവശ്യമേ ഇല്ല. ചോറ് വേണമെങ്കിൽ സൈഡിൽ വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ചോറിൻ്റെ ആവശ്യമില്ല, കാരണം അതിനകത്ത് കപ്പയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഒരു അഭിപ്രായം പറയണേ. അപ്പോൾ ഓക്കെ, ബൈ.